ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. 3ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ തരുന്ന നോട്ട്സുകൾ അതാത് ദിവസം തന്നെ എഴുതി വാട്സപ്പിൽ അയക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിഡോക്സ് പ്രവർത്തനങ്ങൾ, ഓക്സിഡേഷൻ നമ്പർ, ഓക്സീകരണം, നിരോക്സീകാരി, ഓക്സീകാരി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രാസപ്രവർത്തന വേഗം. നോക്ക്, എല്ലാ രാസപ്രവർത്തനം ഒരുപോലെ അല്ല, വ്യത്യസ്ത വേഗതകൾ നടക്കുന്നുണ്ട്. ചില രാസപ്രവർത്തനങ്ങൾ വേഗം നടക്കും, ചില രാസപ്രവർത്തനം നല്ല, ചില രാസപ്രവർത്തനങ്ങൾ ഒരു മിതമായ നിരക്കിൽ. നിങ്ങൾ നോക്കൂ, ഇരുമ്പ് അല്ലേ, തുരുമ്പിച്ച് പോകും. ഇപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഇരുമ്പ് വാങ്ങി നാളെ തന്നെ തുരുമ്പിച്ച് പോകും? ഇല്ല. കുറേ നാളുകൾക്ക് ശേഷം, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തുരുമ്പിച്ച് പോവുക. അപ്പോൾ ആ രാസപ്രവർത്തനം, ഇരുമ്പ് തുരുമ്പിക്കുക രാസപ്രവർത്തനമാണ് അല്ലേ. അന്തരീക്ഷത്തിലുള്ള ജലം, ഓക്സിജൻ, അങ്ങനെ ആ വായുക്കളെ പ്രവർത്തിച്ചിട്ടാണ് തുരുമ്പിച്ചു പോകുന്നത്. ഈ രാസപ്രവർത്തനം വളരെ സാവധാനത്തിലാണ്, മെല്ലെയാണ് നടക്കുന്നത്. ഓക്കെ. ഇത് നോക്കൂ, നിങ്ങൾ പടക്കം പൊട്ടുന്നത് അല്ലേ, നിങ്ങൾ ഓണത്തിനായാലും വിഷുവിനൊക്കെ ആയാലും പടക്കം പൊട്ടിക്കും, മെല്ലെയാണോ? തീവ്രത പെട്ടെന്ന് സംഭവിക്കും അല്ലേ. ഇതുപോലെ നിങ്ങൾക്കറിയാം, സോഡിയം മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ലാബിൽ അല്ലേ. സോഡിയം Na വെള്ളത്തിലിട്ട് സ്പീഡ് കറന്ന് ഓടി നടന്ന് പൊട്ടിത്തെറിച്ചു. വേഗത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം. ഓക്കെ. ഇനി രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകം ഒന്ന്, അഭികാരകങ്ങളുടെ സ്വഭാവം. അഭികാരകങ്ങളുടെ സ്വഭാവം, എല്ലാ അഭികാരം ഒരുപോലെയല്ല. നോക്ക്, ഇരുമ്പ്, അതുപോലെ സിങ്ക്, സോഡിയം എല്ലാം ഒരുപോലെയാണോ? അല്ല, ഓരോത്തിൻ്റെയും സ്വഭാവം വേറെ വേറെയാണ്. അതനുസരിച്ച് രാസപ്രവർത്തന വേഗത വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അഭികാരങ്ങളുടെ ഗാഢത അല്ലേ, ഗാഢത കൂടുക, ഗാഢത കുറയുക. നമുക്കറിയാം, ലാബിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. HCl ഒഴിക്കുമ്പോൾ രാസപ്രവർത്തന വേഗതയും അതിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചപ്പോഴുള്ള രാസപ്രവർത്തന വേഗതയും ഒരുപോലെയാണോ? അല്ല. പിന്നെയോ പ്രതല പരപ്പളവ് കൂടുതലും കുറഞ്ഞതും ചെറിയതും വലുതും രാസപ്രവർത്തന വേഗതയിൽ വ്യത്യാസമുണ്ടാകും. പിന്നെയോ താപനില കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത എങ്ങനെയായിരിക്കും? താപനില കുറയുമ്പോൾ രാസപ്രവർത്തന വേഗത എങ്ങനെ? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക. പിന്നെ അതുപോലെ ഉൽപ്രേരകം എന്ത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ. ഒന്ന്, അഭികാരങ്ങളുടെ സ്വഭാവം. ഒന്ന്, അഭികാരങ്ങളുടെ ഗാഢത, പ്രതല പരപ്പളവ്, താപനില, ഉൽപ്രേരകം. ഓക്കെ. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അഭികാരങ്ങളുടെ സ്വഭാവം. ഇവിടെ നോക്ക്, 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്ക്, AB ടെസ്റ്റ് ട്യൂബ് അല്ലേ. നമുക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ പരീക്ഷണമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിലിട്ടിരിക്കുന്നത് മഗ്നീഷ്യം, ഒഴിച്ചിരിക്കുന്നത് നേർപ്പിച്ച HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി B ടെസ്റ്റ് ട്യൂബ് നോക്കൂ, ഇതിൽ സിങ്ക്, ഒഴിച്ചിരിക്കുന്നത് നേർപ്പിച്ച HCl അല്ലേ. രണ്ടിലും നേർപ്പിച്ച HCl. ഇതിൽ മഗ്നീഷ്യം, ഇതിൽ സിങ്ക്. രാസപ്രവർത്തന വേഗത കൂടുതൽ, പെട്ടെന്ന് രാസപ്രവർത്തന വേഗത നടക്കുന്നത് ഏതിലാണ്? എയിലാണോ ബിയിലാണോ? എയിലാണ്, ഇതിലാണ്. കാരണം എന്താ? മഗ്നീഷ്യത്തിന്
ക്രിയാശീലത കൂടുതലാണ്. ഓക്കെ, രാസപ്രവർത്തന വേഗത കൂടുതൽ ഏതാണെന്ന് പറഞ്ഞ് എയിൽ മഗ്നീഷ്യം. എന്തുകൊണ്ടാണ്? മഗ്നീഷ്യത്തിന് സിങ്കിനേക്കാൾ രാസപ്രവർത്തനം ഏർപ്പെടാനുള്ള ശക്തി കൂടുതലാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ 10ൽ നമ്മൾ പഠിക്കും, ക്രിയാശീലത എന്ന് പറയും. അപ്പോൾ ഇവിടെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിച്ച ഘടകം ഏത്? നമ്മൾ നേരത്തെ 5 കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഏതായിരിക്കും? അഭികാരങ്ങളുടെ സ്വഭാവമാണ് അല്ലേ? കാരണം ഗാഠതയൊന്നുമല്ല, ഗാഠത അല്ല, കാരണം നേർപ്പിച്ച HCl, ഇതിലും നേർപ്പിച്ച HCl, അപ്പോൾ ഗാഠതയല്ല. പ്രതലപരപ്പളോ അതുമല്ല, 2 തുല്യ കഷ്ണം Mg സിങ്ക് തുല്യം. പിന്നെ താപം കൊടുത്തോ അതുമില്ല. അപ്പോൾ ഏതാ? അഭികാരങ്ങളുടെ സ്വഭാവം. മഗ്നീഷ്യം സിങ്കിനേക്കാൾ രാസപ്രവർത്തന ശേഷി കൂടുതൽ. ആര്? മഗ്നീഷ്യം. അപ്പം രാസപ്രവർത്തന വേഗത കൂടുതൽ ഏത് ടെസ്റ്റ് ട്യൂബിൽ? എ എന്നാണ് വേണ്ടത്. എ ഞാനിവിടെ ഇതിൽ Mg എന്നാണ് എഴുതിയിരിക്കുന്നത്, അതല്ല വേണ്ടേ, എ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? എ. ഇനി ടെസ്റ്റ് ട്യൂബ് എയിലെ പ്രവർത്തനത്തിൻ്റെ സമീകരിച്ച രാസമാക്കി എഴുതുക. നോക്കൂ, ഇവിടെ ആയിരിക്കുക മഗ്നീഷ്യവും HCl തമ്മിൽ പ്രവർത്തിക്കുന്നു. എന്തെങ്ങനെ കിട്ടും? എങ്ങനെ എഴുതാം? Mg plus 2HCl gives MgCl2 plus H2. അപ്പോൾ ഒരു വാതകം പുറത്തേക്ക് പോകും, അതാരാ? H2. ഓക്കെ, ഇനി ടെസ്റ്റ് ട്യൂബ് ബിയിലെ രാസപ്രവർത്തനവും സിങ്കും HCl. നമുക്ക് Zn plus 2HCl gives ZnCl2 plus H2. വാതകമാരാ? H. മനസ്സിലായില്ലേ? ഇനി രാസപ്രവർത്തന വേഗതയും ഗാഠതയും. ഇനി ഇവിടെ നോക്ക്, 2 ടെസ്റ്റ് പോലെ 1 2 ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിച്ചിരിക്കുന്നത് ഗാഢ HCl. നോക്കണേ, ഗാഢ. ഇതിലോ നീർപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതിലോ വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലേ? ഗാഢ HCl പിന്നെ നേരെ ഒഴിച്ചതാണ്. ഇതിലുള്ളത് മഗ്നീഷ്യം, ഇതിലുള്ളതോ മഗ്നീഷ്യം. മനസ്സിലായി? വ്യത്യാസം എവിടെയാ? ഇവിടെ ഗാഢ, ഇവിടെയോ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച. ഓക്കെ, രാസപ്രവർത്തന വേഗത കൂടുതൽ ഏതിലാണ്? എളുപ്പം പറയാൻ പറ്റും. ഏതാ? ടെസ്റ്റ് ട്യൂബ് 1ലാണ് അല്ലേ? ടെസ്റ്റ് ട്യൂബ് 1 ഇതിലാണ്. എന്താ കാരണം? ഇതിൽ ഗാഢത കൂടുതൽ, ഇതിലോ ഗാഢത കുറവാണ്. അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിച്ച ഘടകം ഏതാ? അഭികാരങ്ങളുടെ ഗാഢത. മനസ്സിലായോ? ഇപ്പം അഭികാരങ്ങളുടെ ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടും. അഭികാരങ്ങളുടെ ഗാഢത കുറയുമ്പോൾ രാസപ്രവർത്തന വേഗത കുറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും. നിങ്ങൾ എഴുതി ഇന്ന് തന്നെ എനിക്ക് അയച്ചു തരും. ഓക്കെ.